യെസ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഫ്രെയിമിൽ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിന്റാക്സ് ഫോർ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. എടാ, സ്വിച്ചിന്റെ സിന്റാക്സ് എന്താ? സ്വിച്ച് എഴുതും, ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യും. എഴുതേണ്ടത് ഒരുപാട് ഓപ്ഷൻസ്. കേസ് വാല്യൂ എഴുതേണ്ടത് എഴുതാം ബ്രേക്ക്. ദെൻ ലാസ്റ്റ് ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഡിഫോൾട്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റീറൈറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അത് LC ലാഡർ ആവാം, സ്വിച്ചിലേക്ക് ആവാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്പാരിസൺ ആവാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈക്വാലിറ്റി ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ A=1 ആണെങ്കിൽ യെസ് കേസ് 1, A=0 ആണെങ്കിൽ കേസ് 0. എഴുതേണ്ടതെല്ലാം അതിന്റെ ഉള്ളിൽ എഴുതാം ബ്രേക്ക്. ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ എൽസ് ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള സ്വിച്ച് ആണ് ഡിഫോൾട്ട്. സെറ്റ് അല്ലേ? സോ തേർഡ് ക്വസ്റ്റ്യൻ, യെസ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? സ്വിച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഔട്ട്പുട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ടത് ജി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കേസ് ജി വർക്ക് ചെയ്യും. കേസ് ജിയിൽ ബ്രേക്ക് ഇല്ല എങ്കിൽ ഇറ്റ് എക്സിക്യൂട്ട്സ് ഓൾ സ്റ്റേറ്റ്മെന്റ്സ്. എത്ര വരെ? ബ്രേക്ക് കാണുന്നവരെ. അപ്പൊ ഗുഡ് എന്നുള്ള വർക്ക് ചെയ്യും, ബാഡ് എന്നുള്ളതും വർക്ക് ചെയ്യും. Then next one is B ആണെങ്കിൽ എന്താ? നേരെ ബാഡ്. E ആണെങ്കിൽ എന്താ? ഡയറക്റ്റ് എക്സലന്റ്. P ആണെങ്കിൽ എന്താ? റോങ് ചോയ്സ്. അവിടെ തീർന്നു. ലാസ്റ്റ് വൺ ഈസ് കമ്പാരിസൺ ആണ്. LC ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ 4 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. യെസ്, രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. LC ലാഡറിന്റെ ഉള്ളിൽ സപ്പോർട്ട് എനി റേഞ്ച് ഓഫ് വാല്യൂസ്, ഇൻഡ്, ക്യാരി, ഫ്ലോട്ട് എല്ലാം പറ്റും. എന്നാൽ ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? ഇൻഡിജറും ക്യാരക്ടറും. യെസ്, ലാസ്റ്റ് വൺ ഈസ് റിലേഷണൽ ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്ററും സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഈക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് വൺ, വെൻ നോ മാച്ച് ഫൗണ്ട്സ്, ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ എൽസ് ബ്ലോക്ക് ആണ് വർക്ക് ചെയ്യുക. ഇവിടെ ഡിഫോൾട്ട് ആണ്. ഈ 4 ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോ.